എന്നാണ് ഉഗ്രായിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലം പടം എന്ന് വെച്ചാൽ ഡ്രാഗണേക്കാളും ഒരുപടി മുന്നിൽ. പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ശരത് കുമാർ വ്യത്യസ്തമായ റോൾ ചെയ്തിട്ടുണ്ട്. സ്ഥിരം ഒരു റോളല്ലാതെ പുള്ളി ഒരു കോമഡി കലർത്തി ഒരു നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉഗ്രം പടം. നല്ല മമിത വിജയ് അടിപൊളി. മമിത വിജയന് പോയി കേരളത്തിൽ നിന്ന് പോയി ഇനി നയൻതാരയായിട്ട് അടുത്ത വേറെ ഭാഷയിലേക്ക് പോവുള്ളൂ കേട്ടോ. ഓക്കെ, ഉഗ്രം പടം. പരിപാടിയും തോന്നിയിരുന്നു. അതെ ശരി കൊള്ളാം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. അയ്യോ പുള്ളിയാണ് കുറേ സ്കോർ ചെയ്തത്. അതില് പുള്ളി നൈസായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പരിപാടികളായിരുന്നു. കൊള്ളാം. ഉറപ്പായിട്ടും. എന്തോ ഓ ഹിറ്റാവും. ഓൾറെഡി മമിത പാൻ ഇന്ത്യൻ സ്റ്റാർ ആണല്ലോ. പടം നല്ല പടമാണ്. ഇപ്പൊ എന്റെ മൂന്നാമത്തെ പടമാണ് നായകനായിട്ടുള്ളത്. സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണ്. എന്റർടൈൻമെന്റ് ആണ്, റൊമാൻറ്റിക് ആണ്. നല്ലൊരു ഫ്ലോറാണ് പടമാണ്. ജെൻസി ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ്. ടോപ്പിക്ക് വെറൈറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മേക്കിംഗ് കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു. പിന്നെ മമിത ബൈജു, ശരത് കുമാറൊക്കെ എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റാണ്. ഇഷ്ടമായി. ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ഭയങ്കര എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറി. നല്ല പടം. പെർഫെക്റ്റ് ആണ്. ലൈക്ക് എല്ലാം വർക്ക്. നമ്മൾ രഘുവറിനെ കുറച്ച് സ്റ്റൈലുണ്ടാവും. മറ്റേ ഇതിന് മുമ്പുള്ള പടത്തിൽ ലവ് ടുഡേ ആണെങ്കിലും ഇത് അങ്ങനത്തെ വേറെ പടമാണെങ്കിലും നല്ല ആ സ്റ്റൈൽ ഇതിലുണ്ടായിരുന്നു. ലൈക്ക് നല്ല രസമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. മമിത അടിപൊളിയാണ്. ലൈക്ക് തമിഴ് മൂവിയിൽ ഇത്ര നന്നായിട്ടൊരു ലൈക്ക് ഇത്രയും ക്യാരക്ടർ പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ലൈക്ക് അടിപൊളിയായിരുന്നു. ശരത് കുമാർ അടിപൊളിയാണ്. നല്ല സിനിമ. അടിപൊളി പടം. കൊള്ളാം. മമിത ബൈജുവിൻ്റെ ഒക്കെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി പടം. കാണാൻ നല്ലത്, കണ്ടുകൊണ്ടിരിക്കാൻ ഫുൾ കോമഡിയാണ്. ത്രൂ ഔട്ട് കോമഡിയും ഒരു ഇതൊക്കെ ആയിട്ട് ലവ് ഇതായിട്ട് ചെയ്തേക്കണം. നല്ല അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം. നല്ല പടം. സൂപ്പർ പടം. കുഴപ്പമില്ല.